തലസ്ഥാന ജില്ലയിലെ നവകേരള സദസ്സിന്റെ ആദ്യ പ്രഭാത യോഗത്തിൽ സമസ്ത മേഖലകളിലെയും ജനകീയ പ്രാതിനിധ്യം. കോൺഗ്രസ് DCC അംഗവും മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗവും നവകേരള സദസ്സിൽ. നവകേരള സദസ് ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളോട് ഭാവിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഇരുവരും കൈരളി ന്യൂസിനോട് പറഞ്ഞു. തലസ്ഥാന ജില്ലയിലെ ആദ്യ പ്രഭാത യോഗത്തിൽ തന്നെ UDFന്റെ പ്രധാന നേതാക്കളാണ് നവകേരള സദസ്സിനൊപ്പം ചേർന്നത്. കോൺഗ്രസിന്റെ DCC അംഗവും നെടുമങ്ങാട് നഗരസഭാ അംഗവുമായ MS ബിനു നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു. ജനപ്രതിനിധി എന്ന നിലയിൽ നെടുമങ്ങാട് ഒരു മലയോര പട്ടണമാണ്. കഴിഞ്ഞ LDF ഗവൺമെന്റ് ആദ്യ ബഡ്ജറ്റിൽ പറഞ്ഞ 4 വരിപ്പാത അത് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു. അതൊന്ന് വേഗത്തിലാക്കണമെന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. മറ്റൊന്ന്, എൻ്റെ ഡിവിഷനിൽ തന്നെ ഒരു കുട്ടിയുടെ ചികിത്സ സർജറിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട്. അത് ഗവൺമെൻറ്റിനെ കൊണ്ടല്ലേ പരിഹരിക്കാൻ പറ്റൂ, അല്ലാതെ എൻ്റെ പാർട്ടിയുടെ ഭാരവാഹികളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 ലക്ഷം രൂപ പരിഹരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ തദ്ദേശ ഫണ്ട് കഴിഞ്ഞ എൻ്റെ ഡിവിഷനിൽ ആ ഫണ്ട് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആ റോഡിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ ഗവൺമെൻറ് ശ്രദ്ധയിൽ അത്തരം ഫണ്ടും കൂടി അനുവദിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗവും KMCC ദുബായ് ഘടകത്തിന്റെ മുൻ ഭാരവാഹിയുമായ R നൌഷാദ് നവകേരള സദസ്സിനെത്തിയത് ശ്രദ്ധേയമായി. നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളോട് ഭാവിയിൽ മറുപടി പറയേണ്ടി വരുമെന്നും നൌഷാദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. പ്രതിപക്ഷം എന്തുകൊണ്ട് വിട്ടുനിൽക്കാൻ അനുയായികളോട് ആഹ്വാനം ചെയ്തു എന്നുള്ളത് അത് നാളെ ആ നേതാക്കൾ മറുപടി പറയേണ്ടി വരും. കാരണം ഇതുപോലെ ഒരു ജനകീയ സദസ്സ് വയ്ക്കുകയും പല നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ UDFന്റെ അനുയായികൾക്ക് ആ അവസരം നേതാക്കൾ മുഖാന്തരം നിഷേധിക്കപ്പെടുകയാണ്. അത് നാളെ ഈ അനുയായികളോട് ഈ അണികളോട് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. കോൺഗ്രസ് ജില്ലാ ലീഗൽ സെൽ കൺവീനർ അഡ്വക്കേറ്റ് നിയാസ് A സലീമും മുഖ്യമന്ത്രിക്കൊപ്പം പ്രഭാതയോഗത്തിൽ പങ്കെടുത്തു. തീർച്ചയായും ഈ സർക്കാർ എടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ശക്തമായ പിന്തുണ നൽകേണ്ടതുണ്ട്. സർക്കാർ ജനങ്ങൾക്കൊപ്പം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങൾക്കൊപ്പം ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയും ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഒരു പുതുക്കാഴ്ചയായി തന്നെയാണ് കാണുന്നത്. പ്രദേശത്തെ പൗരപ്രമുഖരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രഭാതയോഗത്തിന് പിന്തുണയുമായി എത്തി. നിരവധി ജനകീയ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് യോഗത്തിൽ ഉയർന്നത്. ഉന്നയിച്ച വിഷയങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട മുഖ്യമന്ത്രി പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് യോഗം അവസാനിപ്പിച്ചത്. യോഗത്തിൽ മന്ത്രിമാരും MLA മാരും മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.